ഈ മതത്തിന്റെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രയോ ലക്ഷക്കണക്കിന് ആളുടെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത്? ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ആൾക്കാരെ കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്നത് കംബോഡിയയിലെ ജനസംഖ്യയുടെ 4/1 കൊന്നു കളഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് പോൾ പോട്ടാണ്. ജനറൽ സെക്രട്ടറി ഓഫ് സെൻട്രൽ കമ്മിറ്റി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംപൂച്ചിയ ആണ്. കമ്മ്യൂണിസ്റ്റ് മതമില്ലാത്ത ഈ പറഞ്ഞ മതമില്ല, നോ റിലീജിയൻ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന 10 ഏകാധിപതിയുടെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ പറഞ്ഞ പോൾ പോട്ട്, കംബോഡിയയിലെ 4 ജനസംഖ്യ കൊന്ന പോൾ പോട്ടിന് അവിടെ എത്ര സ്ഥാനം അറിയുള്ളൂ? 7ാം റാങ്ക് മാത്രമേ ഉള്ളൂ. അതിന് തൊട്ട് താഴെയുള്ള ആളും ഇതുപോലെ തന്നെ മതരഹിതനാണ്. കൊറിയൻ ഏകാധിപതിയായിരുന്നു കിം ഇൽ സുങ്. കിം ഇൽ സുങ് ആരെന്നറിയോ? സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം വെറിയ ഹാൻഡ്ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ്. 1945 കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോർത്ത് കൊറിയൻ വിഭാഗത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി സ്റ്റാലിന്റെ വിശ്വസ്ത കമ്മ്യൂണിസ്റ്റ് വന്ന ആളാണ്. അവിടെയും നമ്മൾ ഇത് കാണില്ല, അതൊന്നും കാണില്ല. അത് 6 7 റാങ്കുകാരെ കുറിച്ച് പറഞ്ഞിട്ടോ. ഈ 10 പേരിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും പറഞ്ഞോ, അത് മാവോസെ തോന്നുന്നു സ്റ്റാലിനും കട്ടൻ തിരിച്ചു മതരഹിതര. നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സമീപത്തിൽ നടന്ന 19 കൊല്ലത്തിൽ നടന്ന ഏറ്റവും വലിയ ഈ 10 നരഹത്യകളിൽ ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതം പ്രാഥമികമായി വിഷയം വരുന്നത് വളരെ വളരെ വിരളമാണ് എന്ന് പറയാം. നോ റിലീജിയൻ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കുട്ടകലോടും ഇല്ലാതാവുന്ന ലോകം വരും എന്ന് വിചാരിക്കുന്നതിന് വലിയ പോയിന്റില്ല എന്നാണ് വിചാരിക്കുന്നത്. ദൈവം ഇല്ലാത്തതുകൊണ്ട് മാത്രം ആവുന്നില്ല. 4 പേര് കാര്യം പറഞ്ഞു, ബാക്കി ഒക്കെ എടുത്തു. 6 പേരുടെ ഇതൊക്കെ തന്നെ. നൈജീരിയൻ സിവിൽ വാർ, അത് മതസംഘർഷമില്ല. എത്യോപ്യൻ റെഡ് ടെറർ എന്ന് പറയാം. മെങ്കിസ്റ്റു ഹെരി മറിയാം, പിന്നെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ്, അയാളുടെ നേതൃത്വം. പിന്നെ ആർമീനിയൻ ജിനോസൈഡ് മതപരമാണോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ ആണ് എന്ന് കൂടി പറയാം, ഒരു നേരിയ ബന്ധമുണ്ട്. പിന്നെ ടോജോ, അത് വാർ ടൈംസ്, സെക്കൻഡ് വേൾഡ് വാർ ടൈംസ് ആണ്. ലിയോപോൾഡ് 2 അതെന്താണ്? റബ്ബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ലേബർ ലോസ് ആണ്, വളരെ അധികമായ ലേബർ ലോസ് ആണ്. അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മുഴുവൻ കൈവെട്ടി തലവെട്ടിയൊക്കെ ഒന്ന് കളയുന്നത്. ഹിറ്റ്ലറും നമുക്ക് ക്രൈസ്റ്റിനെ കൊന്ന ആൾക്കാരാണെന്നല്ല ജൂതന്മാരെ പറ്റിയാണ്. അത് വേണമെങ്കിൽ അതുകൂടി ഇരുന്നോട്ടെ മതത്തിന്റെ പേരിൽ. അങ്ങനെ പറഞ്ഞാൽ ഈ 10 2 മാത്രമാണ് വിദൂരമായിട്ടെങ്കിലും മതബന്ധമുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഈ കഴിഞ്ഞ ഒരു 150 കൊല്ലത്തിനിടെ നടന്നിട്ടുള്ള വലിയ നരകത്തിലൊന്നും തന്നെ മെജോറിറ്റി മതത്തിന്റെ പേരിലല്ല നടന്നിട്ടുള്ളത്.